ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടലിസിനെ ഞാൻ ഇണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നാട്ടലിസിനെയൊക്കെ പിടിച്ച് ഞാൻ ഒരു സ്ഥലത്താക്കി. ആദ്യം അതിൻ്റെ 2-3 പവർ ഫിഷൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ ചില പ്രത്യേകതരം കാരണങ്ങളാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനെ ഞാൻ പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പവർ ഫിഷിൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതിനെ ഇണക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാനിപ്പോൾ 2-3 പവർ ഫിഷും കൂടി ഇതിന് കൊടുത്താലാണ് ഇത് ഇണക്കി വരത്തുള്ളൂ. നമുക്ക് 2-3 പവർ ഫിഷും കൂടി ഇതിന് കൊടുക്കാം, എന്നിട്ട് ഇതിനെ ഇണക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. അതിനൊരു ട്രേഡർ വന്ന് ഇവൻ്റെ എന്തെങ്കിലും ഉപകാരമുള്ള സാധനം വല്ലതും കാണുമായിരിക്കും എന്ന് നോക്കാം. കുറേ നേരത്തെ മീൻപിടുത്തത്തിന് ശേഷം അങ്ങനെ നമുക്ക് 4 പവർ ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇണക്കിയെടുക്കാം. ഇനി ഇവന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇണങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പവർ ഫിഷ് നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, അങ്ങനെ ഇവനെ ഫുള്ളായിട്ട് നമ്മൾ ഇണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ റൈഡ് ചെയ്താൽ മാത്രം മതി. ഇവനെ ഒരു ഫെൻസൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ നമുക്ക് ഇവനെ കെട്ടിയിടാം. ഇവനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ സുഖമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇവനെ സാഡിൽ കൊടുത്ത് നൈസായിട്ട് നമുക്ക് ഇവനെ റൈഡ് ചെയ്യാം. ഇവനെ റൈഡ് ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനടിയിൽ ഫുൾ ശ്വാസം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചത്തു പോകത്തില്ല. എന്തായാലും വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊട്ടിച്ച് വെള്ളത്തിനടിയിലേക്കൊന്നും പോയി നോക്കാം ഇവനെ കൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവനൊരു നാട്ട്ലെസ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണ്, പക്ഷെ നമുക്കൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ 2 ഹാർട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡ്രൗൺ വന്ന് നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ നമുക്ക് ഇവൻ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് നിർത്തിയിട്ട് നമുക്ക് എക്സ്പ്ലോറിങ്ങിന് തന്നെ പോവാം. അല്ല, നമുക്ക് പോയി കിടന്നുറങ്ങി നേരെയൊക്കെ വെളുപ്പിക്കാം. ഫുഡൊക്കെ വെച്ച് ഹെൽത്തൊക്കെ കൂട്ടട്ടെ. ഓക്കെ, അങ്ങനെ നേരം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവന് നമുക്ക് എന്താ പറയുന്നത്, ഒരു ആർമറൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനെന്തോ നാട്ട്ലെസ് ആർമറോ അങ്ങനെ എന്തോ പറയുന്നത്. അത് ക്രാഫ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും ഇവനെ കൊണ്ട് റൈഡിന് പോകാം. രാത്രിയല്ല, ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് നൈസായിട്ട് ഇവന് കുറച്ചുകൂടി വലിയൊരു സ്ഥലം പണിത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവന് കുറച്ചുകൂടി നീന്തി കളിക്കാനൊക്കെ നല്ലൊരു സ്ഥലം കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് പണിത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നെതർ പോർട്ടൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. ഇവൻ്റെ മുകളിലായതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി പോകുന്നുള്ള പേടി വേണ്ട. പക്ഷേ ട്രൈഡൻറ്റ് കൊണ്ടുള്ള മറ്റേ സാധനം കാണും, മറ്റേ ഡ്രൗൺ. അവന്മാർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. പിന്നെ എനിക്ക് ഇവനെ എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇവനെ ആദ്യമായിട്ടാണ് ഞാൻ ഓടിക്കണത്. ഇവനെ കൺട്രോൾ ചെയ്യാൻ കാണുന്ന പോലെയല്ല, നല്ല പാടാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇവിടെ നിന്ന് ഈ ബ്ലോക്കിന് മുകളിൽ നിന്ന് എങ്ങനെ പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും. ഇപ്പോഴാണ് എനിക്കിവൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അധികം സമയം കളയാതെ നെതർ പോർട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ എനിക്ക് കൺട്രോൾ എങ്ങനെയാണെന്ന് ശരിക്കും മറന്നുപോയി. ഞാൻ ചത്തും പോയി. ഇവൻ മറ്റേ ഹോസിനെ പോലെയാണ്, അതായത് നമ്മുടെ അടുത്ത് നമ്മളെ കാത്ത് നിൽക്കത്തൊന്നുമില്ല. പിന്നെ ഒരു വിധത്തിൽ ഇവനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നെതർ പോർട്ടലും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. ഇനി വെള്ളത്തിനടി ശ്വാസം മുട്ടിപ്പോകും ചത്തുകൊണ്ട. പക്ഷേ ആ കൂടി എനിക്ക് പേടി ഡ്രൗണിനെയാണ്. പിന്നെ ഇവനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്യാവശ്യ സാഹചര്യം വന്നു കഴിഞ്ഞ് ഇവനെ എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കൂടി ഒരു സംഭവമുണ്ട്, അത് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് നമ്മൾ ഇപ്പോൾ കണ്ട പോലെ തെറിച്ച് പോവും. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 2-3 ഡ്രൗണിനെങ്കിലും കൊല്ലാം. എന്നിട്ട് നമുക്ക് ആ ഇവിടെ സമാധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യാമല്ലോ.
ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡോൾഫിനാണ്. കാരണം നമ്മളറിയാതെ ഈ ഡ്രൗണിനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഡോൾഫിനിട്ട് കൊല്ലും. ഡോൾഫിനാണ് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. ഈ ഡോൾഫിനെയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റത്തില്ല. അപ്പം നമുക്ക് ആ ഒരു എക്സ്പ്ലോറിങ് എന്താ പറയുന്നത്, വലിയ സക്സസ്ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും സമയം കിട്ടുന്ന പോലെ അവിടെ പോയി മനസ്സമാധാനമായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇവനെ നമ്മൾ ഇവിടെ വയ്ക്കുകയാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സേഫാണ്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്ന് അറിയാമോ, ഇവനെ സാഡിൽ കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഇവൻ എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇവനങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ അവനെ ആ ചെറിയ കുഴിപ്പെടുത്തിയിട്ടേക്കണത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ നിന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെറുതായിട്ടൊരു ഫാം അങ്ങ് വളർത്താലോ. ഒരു ഷീപ്പ് ഫാം. അപ്പോൾ നമുക്ക് നെതറിൽ പോകുമ്പോൾ നമുക്ക് നെതറൈറ്റൊക്കെ മൈൻ ചെയ്യാൻ ബെഡ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോഴേ ഒരു ഷീപ്പ് ഫാം പണിത് വെക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഏരിയ ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്കിപ്പോഴേ ഒരു ഷീപ്പ് ഫാം അങ്ങ് പണിത് തുടങ്ങാം. ഓക്കെ, അങ്ങനെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 ഷീപ്പിനെ പിടിച്ചിടണം. അതിന് വേണ്ടി നമ്മളവിടെ പോയി വീറ്റും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വീറ്റാറും ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു പശുവേ ഉള്ളൂ. അതുകൊണ്ട് ഈ പശുവിനെ നമുക്ക് നൈസായിട്ട് തട്ടണ്ടയോ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. 2 ഷീപ്പ് ഇവിടെ ഉണ്ട്, ഒരു പശുവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം പശുവിനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അത് വേണ്ട, പശു ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ തട്ടിക്കളയാം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ഓക്കെ, 2 ഷീപ്പ് ഇവിടെയുണ്ട്. അപ്പം നമുക്കൊന്നും നോക്കണ്ട, ആ ഷീപ്പിനെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പൂട്ടിയിടാം. ഇപ്പം നമുക്ക് ഫുഡിൻ്റെ അത്യാവശ്യമുണ്ട്. പശു തന്നെയാണ് ഫുഡിന് ഏറ്റവും നല്ലത്. മിൽക്ക് കിട്ടും. മിൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോഷനിൽ നിന്നൊക്കെ എന്താ പറയുക, അത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. പോഷൻ കുടിച്ച് കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ 2 മീറ്റും കിട്ടും. പശുവിടെ മീറ്റ് തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷേ നമുക്കെന്തോ ഇപ്പോൾ ആട് മതി, 2 ആടേ ഉള്ളൂ. നമുക്ക് പിന്നെ പശു എന്തായാലും കിട്ടും ഇവിടെ. 2 സ്പോണാകുമ്പോൾ നമുക്കപ്പോൾ പശു ഫാം ഉണ്ടാക്കും. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ഷീപ്പ് ഫാം മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ചെറിയൊരു ഷീപ്പ് ഫാമിൽ ഓട്ടോമാറ്റിക് ഷീപ്പ് ഫാം അത് വേണമെങ്കിൽ പണിയാം. കുറച്ച് കൃഷി ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി കൃഷി ഇവിടെ നട്ടു വയ്ക്കാം.
അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എനിക്കറിയാം ഈ ഒരു വീഡിയോ നല്ല ബോറായിട്ടുണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ഭയങ്കരമായിട്ട് മടുത്തിരിക്കുമായിരുന്നു ആദ്യത്തെ ക്ലിപ്പ് എഡിറ്റ് ചെയ്ത്. അപ്പോൾ ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഈ ക്ലിപ്പ് ഒന്നുകൂടി എഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയും ബോറായി പോയത്. എന്നോട് ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മളത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഒരു 5 പേരും കൂടി മതി. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.